ഹേ ഗൈസ്, അപ്പോൾ നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം ഗൈസ്. വന്ന് അമ്പു വീഡിയോ ചെയ്യാൻ പഠിച്ചു ഗൈസ്. കണ്ടില്ലേ? സ്വാഗതം. വെൽക്കം പറ. വെൽക്കം. അമ്പുകുട്ടിക്ക് പനി പിടിച്ചേട്ടോ, 2-3 ദിവസമായി. അമ്പുകുട്ടി ആരാ? അമ്പു എന്തേ? അമ്പുവിന്റെ പേരെന്ന് പറഞ്ഞടാ. എന്താ? ഗൈസ് നിങ്ങൾ കേട്ടോ? അമ്പുകുട്ടിയുടെ പേര് ഹന. അമ്പു ഹന ആരാ? വിളിക്കുന്നു, കുഞ്ഞിനെ വിളിക്കുന്നു. ഹായ് പറഞ്ഞേ. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്ലാൻ എന്ന് പറഞ്ഞാല് നമ്മൾ ഇന്നൊരു റെസിപ്പി റെഡിയാക്കാൻ പോവാണ് ഗൈസ്. ഗൈസ് നിങ്ങൾക്ക് ഒരു കാര്യം അറിയോ? ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഷാനു ഇവിടെ വരും, ഞാൻ ഇവിടെ വരുമ്പോൾ ഷാനു അവിടെ പോകും. ഞാൻ ഇപ്പോൾ ഒരു കാര്യം വിചാരിക്കും, ക്യാമറ കൊണ്ട് ഞാൻ അവിടെ വെക്കാം. ചിരിച്ചോണ്ടിരിക്കുക, ഒന്നും മിണ്ടണ്ടല്ലോ. ഗൈസ്, ഇന്ന് നമ്മളൊരു അടിപൊളി ഒരു ഐറ്റം ഉണ്ടാക്കാൻ പോകുന്നത് ഗൈസ്. സത്യം പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ കണ്ടിട്ട് വായിൽ കപ്പലോടുന്ന ഒരു ഐറ്റം നമ്മൾ ഉണ്ടാക്കാൻ പോകും. നീ ഇൻസ്റ്റാഗ്രാമിൽ കണ്ട് ഓരോ വീഡിയോ കണ്ട് പൊക്കിക്കൊണ്ട് വരും, ഉണ്ടാക്കും തിന്നും. നമ്മൾ എന്ത് ഉണ്ടാക്കാൻ പോകുന്നത്? ട്രൈ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കുറേ പേര് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വൈറൽ പൊട്ടറ്റോ ചിപ്സ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. വെരി സിമ്പിൾ. തീ കത്തിക്കണ്ട, കുക്ക് ചെയ്യണ്ട, ഒരുപാട് ടൈം അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നമുക്ക് ഇന്ന് അത് ഉണ്ടാക്കണം. അതിനൂടത്തിൽ ഇന്ന് നമ്മുടെ ഇവിടെ പുലാസാൻ ഒരുപാടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ അത് മഴയത്ത് കുറെ പോയി. അപ്പോൾ നമുക്ക് ഈ പുലാസാനില്ല ഉണ്ടോ? ഞാൻ 2 എണ്ണം കണ്ടു വെച്ചിട്ടുണ്ട്, അത് പറിച്ചാൽ മതി. ഗൈസ്, ഷാനു ദൗത്യം തുടങ്ങിയിട്ടുണ്ട്. മിക്കവാറും ആ തോട്ടി 2ആയിട്ട് ഒടിഞ്ഞു. ഞാൻ പിന്നെ ജസ്റ്റ് കയറ് വെച്ച് കെട്ടി വെച്ചേക്കാം. അത് മറിഞ്ഞിപ്പോൾ ഷാൻ്റെ മണ്ടയ്ക്ക് വീഴും എന്തായാലും. വീയട്ടെ. അമ്പുകുട്ടനെ, അമ്മ എന്താ എടുക്കുക? അമ്മ എന്താ എടുക്കുവാടാ? പാപ്പൻ പറിച്ചു വേണോടാ? അമ്മ കിട്ടിയോ? ഗൈസ്, ഇവിടെ ഫുള്ളും മഴ പെയ്ത് കാട് കേറി കിടക്കുകയാണ്. ഷാനു, നിനക്ക് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി കൂടെടി? പുലാസാൻ ഇത് ഇഷ്ടമുള്ള ഒത്തിരി പേര് കാണും അല്ലേ? റംബൂട്ടാനെ പോലെ അല്ലല്ലോ ആള്. അല്ലല്ല, കവളത്തൊരു മറകുണ്ട്. ഇതാണ് പുലാസാൻ. എന്റെ കയ്യിൽ കളറായി എന്റെ നോക്കി. അപ്പൊ അത് അങ്ങനെ എടുത്ത് വായിലങ്ങ് വെച്ചോ. നല്ല ഫ്ലഷ് ആട്ടോ ഇതിന്. ഓ, തേനെന്ന് പറഞ്ഞാ തേൻ. ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് തേനാണ്. പിന്നെ ഇത് ഇങ്ങനെ കഴിക്കാനും അത് ഫുള്ളായിട്ട് വായിലിട്ട് കഴിച്ചിട്ട് തുപ്പിക്കളയാൻ കുരു തുപ്പ വേണ്ട, അങ്ങനെ ഇഷ്ടമുള്ളവരും ഉണ്ട്. അതിൽ നിങ്ങൾ ഏത് ടൈപ്പാണെന്ന് കമന്റ് ചെയ്യണേ. ഇല്ലെങ്കിൽ നീ എന്തെങ്കിലും ചെയ്യുവോ? ഇങ്ങനെ കഴിക്കാനാ അതിനാ പുലാസാന് വേണ്ടിട്ടാ. പീഡിപ്പിച്ചു വേണോ? അമ്പൂര് ഉറക്കം വരുന്നുണ്ടോ? കണ്ണടഞ്ഞു പോകുന്നുണ്ടെന്ന് തോന്നുന്നു. കണ്ണടച്ച് അമ്പു. അയ്യോ, അമ്പു ഉറങ്ങിയേ. നീ ഒരു കാര്യം ചെയ്യും, നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ പിന്നെ എടുത്തിട്ടോ. അപ്പൊ ഇന്ന് ആരുണ്ടാക്കും മോനെ? ഇത് വലിയ കാര്യമൊന്നുമില്ലല്ലോ, നീ ഉണ്ടാക്കാവോ? ഒരു വെറൈറ്റി ആരാഗ്രഹിക്കാതെ നീ ഉണ്ടാക്കുന്നത് ഞാൻ തിന്നുന്നു. സെറ്റ്. ഞാൻ ഉണ്ടാക്കി നിനക്ക് തരുന്നു, നീ തിന്നുന്നു. അത് കൊള്ളാം, നല്ല ഐഡിയ. പിന്നെ ആഗ്രഹം നിനക്കും തിന്നുന്നത് ഞാൻ. എങ്ങനെയുണ്ട്? ഓ, സൂപ്പർ. ഗൈസ്, അങ്ങനെ ഇന്ന് നമ്മുടെ ഐറ്റം ഉണ്ടാക്കാൻ പോകുന്നത് വേറെ എങ്ങും അല്ല ഗൈസ്, നമ്മുടെ വീടിന്റെ പുറത്താണ് ഗൈസ്. വീടിന്റെ പുറത്ത് മുകളിൽ. ഗൈസ്, ഞാൻ പറഞ്ഞതിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഇല്ലേ? ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട് കേട്ടോ, അത് നമ്മൾ കുട എടുത്തേക്കുന്നത്. പണ്ടൊക്കെ ഇങ്ങനെയുള്ള കുടയ്ക്ക് പറയുന്നത്, ഇപ്പൊ പറഞ്ഞു അതിലെ കാലം കൂടെ എന്നായിരുന്നു, ഓർക്കുന്നുണ്ടോ? ഞാനൊക്കെ പറഞ്ഞിട്ടുണ്ട്, കാലം കൂടെ പറഞ്ഞു കേട്ടില്ല. മരിച്ചു, ഞാൻ മരിച്ചു കിടക്കുന്നു. അറിയാതില്ല പറഞ്ഞ ഇപ്പോഴത്തെ കാലത്തിന് കാലം കൂടെ എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. തേജി ഞാൻ കേസ് ഞാൻ നിങ്ങളെ വേറെ സംഭവം കാണിച്ചട്ടെ. കാണിച്ചു നോക്കിട്ടാ, നീ പറഞ്ഞാലേ കാണിക്കത്തുള്ളൂ. എന്തുവാ നോക്ക്, നിറയെ റംബൂട്ടാൻ കേട്ടോ. നമ്മളിതിനിങ്ങനെ വലയൊന്നും ഇട്ടിട്ടില്ല, നമുക്ക് തോന്നുമ്പോ നമ്മൾ പറിച്ച് തിന്നും. പിന്നെ മരത്തൊക്കെ അറിയുമ്പോൾ ഒരാളുണ്ട്. നമുക്ക് എന്താ പറയുക, ഈ റംബൂട്ടാൻ സീസൺ ആവുന്ന സമയത്ത് നമുക്ക് അച്ചാറിന് യാതൊരു പഞ്ഞുമില്ല ഗൈസ്. നമ്മൾ തീരുമ്പോ പറിച്ച് അച്ചാറിടും. എന്നാ ടേസ്റ്റ് അറിയുമ്പോൾ അടിപൊളി. നിങ്ങൾ ആയാലും റംബൂട്ടാൻ അച്ചാർ കഴിച്ചിട്ടുണ്ടോ? കഴിക്കണം ഗൈസ്, പൊളി. നേരെ നമ്മുടെ കുക്കിംഗ് പരിപാടിയിലേക്ക്. അപ്പോൾ നമ്മുടെ കുക്കിംഗ് നടക്കുന്നത് നമ്മുടെ വീടിന്റെ പുറത്താണ്, ടെറസിൽ. തമിഴ്നാട് സ്റ്റൈലാണ് ഗൈസ് നമ്മൾ ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത്. ഇല്ലയോ? വാടി വാ പൊണ്ണ്, ഇങ്ങ വന്ന് ഇത് എണ്ണ പണ്ണ്. பண்ணானோ
അമ്പതിന്റെ പപ്പ എന്തുവാടാ പറയുന്നത്? ഗൈസ് എന്റെ അവസ്ഥ നോക്ക് ഗൈസ്, ഞാൻ ഈ കൊടയും പിടിച്ച് മഴയത്ത്. അസിസ്റ്റന്റ് ടച്ചപ്പ് ചെയ്യോ ഗൈസ്? പച്ചമുളക്, സവാള, പിന്നെ നമുക്ക് വേണ്ടത് എന്തൊക്കെയാ അറിയാമോ? ഒരു നാരങ്ങ, പിന്നെ പിച്ചാത്തി മുറിച്ചിടാൻ വേണ്ടിട്ട്. കത്തി എന്ന് പറയാം, എല്ലായിടത്തും പിച്ചാത്തി അല്ലല്ലോ, ചിലയിടത്ത് കത്തി ആയിരിക്കും. കത്തി ഗൈസ്, കത്തി ഗൈസ്. അപ്പൊ ഇതിനടുത്ത് നമുക്ക് വേണ്ട മുളക് പൊടി, ഉപ്പ്, പിന്നെ എന്താ, പിന്നെ പാത്രം, പിന്നെ കഴുകാൻ ഒന്നും ഇല്ലാത്തൊരു പാത്രം, കഴുകി വൃത്തിയാക്കി ഒന്നും ഇല്ലാത്തൊരു പാത്രം. നമുക്ക് ആദ്യം സവാള അരിഞ്ഞെടുക്കാവേ. ഇപ്പൊ കണ്ണ് നീറി കരഞ്ഞ് ഞാൻ ചാകും. എടാ നിനക്കൊരു വൈറൽ റെസിപ്പി ഉണ്ടാക്കാൻ ഞാൻ കരയണോടാ? ഞാൻ നോക്കാം, അമ്പുനെ കൊണ്ട് ഓടുപോയി. അപ്പം ഷാനി പൊളിച്ചു വെച്ച സവാള നമുക്ക് അതൊക്കെ അതിന്റെ ഭാഗമാണ്. കഴുകിയെടുത്താണ് ഞാൻ. കഴുകിയെടുത്ത് നമ്മളിങ്ങനെ കട്ട് ചെയ്യുന്നു. ഇതിന്റെ സുനാപ്പിയൊക്കെ കളയണം. ഇത് ചില സമയത്തേ ഇത് കഴിക്കൂടാ. തിന്നട്ടെ. ഇത് കഴിഞ്ഞിട്ട് താഴെ പോയി. ഇത് കഴിഞ്ഞിട്ട് ടൗണിലത്തെ ഹോട്ടലിൽ വിളിച്ചിട്ടുണ്ട് അരി അരിച്ചെല്ലാം. ഫൈൻ ആയിരിക്കണം. നമ്മള് കിച്ചാണ് അരിയാൻ പോവാ. സവാള എല്ലാ പീസും ഒരുപോലെ ആയിരിക്കണം കേട്ടല്ലോ. അളവെടുത്ത് വേണം. കഴിക്കുമ്പോ എന്റെ വിരൽ കിട്ടണം തരണേ. ഫൈനായിട്ട് അരിയണം അല്ലേ അമ്പു? ഒരു അരമുറി സവാള അരിയുമ്പോ അതിനകത്ത് 20 പീസ് കാണും. അമ്പുവേ അമ്മക്ക് ഇച്ചിരി കൂടുന്നില്ലയോ? എരിയുന്നുണ്ടടാ, നല്ല എരിവുള്ള സവാള ഇത്. നമ്മൾ ഇങ്ങനെ ഇത് ഫൈനായിട്ട് അരിയണം. ഫൈനായിട്ട് അരിഞ്ഞാലേ നമുക്ക് ഫൈനായിട്ട് കഴിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ എന്താ വലുതായിട്ട് അരിഞ്ഞ ചവച്ചതിന് പോകത്തില്ലേ? ഇടിവെട്ടട്ടാണല്ലോ. അപ്പൊ ഞാൻ സവാള ബേസിനിലോട്ട് മാറ്റാൻ പോവാം. അതിന് ഞാൻ ചുമട്ടുകാരെ വിളിക്കണമായിരിക്കും. ഞാൻ പോവാ, ഞാൻ ഈ കളിക്കില്ല, നീ പോടി. അപ്പൊ നമ്മുടെ സവാളയുടെ അരിച്ചിലേക്ക് കഴിഞ്ഞു. അടുത്ത സാധനങ്ങൾ മോൻ അരിഞ്ഞിട്ട് പച്ചമുളക് കഴുകുക. ഞാൻ ഇവിടുന്ന് ഇറങ്ങി കടിച്ചു നോക്കണം എരിവുണ്ടോ, അത് കഴിഞ്ഞിട്ട് വേണം അരിയെ. നീ കഴിച്ചിട്ട് താ. സത്യം പറഞ്ഞാലേ ഇറങ്ങിപ്പോയി ഓടി സ്റ്റെപ്പ് ഇറങ്ങി കഴിയുണ്ടല്ലോ എന്ന് വിചാരിച്ചു നമ്മളൊരു ശരീരം വെള്ളം കൂടി കൊടുക്കണം. അല്ല നിനക്ക് ബുദ്ധി ഇല്ലഞ്ഞിട്ടല്ലേ? ടാങ്ക് അല്ലേ മുകളിലുള്ള, ടാങ്കിൽ എടുത്താ പോരായിരുന്നോ? ദൈവമേ, ഏത് നേരത്താ നമ്മുടെ വീഡിയോക്ക് കൗണ്ടർ അടിക്കാൻ പുറത്തു നേരം വേണ്ട, നമ്മൾ തന്നെ അടിക്കും. ചാവട്ടെ ഞാനൊക്കെ. അപ്പൊ നമുക്കിനി ഈ പച്ചമുളക് റൗണ്ടിൽ കട്ട് ചെയ്യാം കേട്ടോ. നൈസായിട്ട് കട്ട് ചെയ്യണേ. നൈസായിട്ടൊന്നും ഇങ്ങനെ കട്ട് ചെയ്യാത്ത. ഇല്ല പിന്നെ അത് എനിക്കായിരിക്കും കിട്ടുന്നത്, അതിൽ ഏറ്റവും വലിയ പീസ്. അത് കറക്റ്റാ നോക്കിയപ്പോ അതിൽ ഏറ്റവും വലുത് എനിക്കായിരിക്കും കിട്ടുന്നത്. അല്ല ചെറുതും വലുതൊക്കെ ആയിട്ടുണ്ട്, കാരണം ഒന്നിനൊന്നിന് ഈഗോ അടിക്കണ്ടല്ലോ. നമ്മളങ്ങനെ പച്ചമുളക് അരിഞ്ഞായിട്ട് നമുക്ക് ഇതിന്റെ തണ്ടെടുത്ത് കളയാം. ഉള്ളിലേക്ക് ഇടാം. നാരങ്ങ തമിഴിൽ എന്താ പറയുന്നത്? പറ. നാരങ്ങക്ക് എന്താ തമിഴിൽ പറയുന്നത്? ലെമൺ. വേണ്ട വേണ്ട, നീ നാരങ്ങ നമ്മള് കട്ട് ചെയ്തിട്ട് ഒരു പീസ് എടുക്കുന്നുള്ളേ. അപ്പൊ നമുക്കിനി ഈ ആയുധങ്ങളൊക്കെ ഇങ്ങോട്ട് മാറ്റി വെക്കാം. എടുത്തറിയട്ടെ ഞാൻ. പൊണ്ണ് പെർഫെക്റ്റ് ആയിട്ട് അരിഞ്ഞില്ലെങ്കിലുള്ള പ്രശ്നം ഇതൊക്കെ കണ്ടോ? ASMR മുളക് പൊടി നമുക്ക് വളരെ കുറച്ച് മുളക് പൊടി ഇടാവേ. പോടോ അത് മതി. നിനക്ക് എരി വേണമെന്ന് പറഞ്ഞ് നീ ബാക്കിയുള്ളവര് തിന്നെ സമ്മതിക്കത്തില്ല. ലാസ്റ്റ് മൊത്തം പാത്രത്തോടെ കൊണ്ടുപോകാനല്ലേ നിനക്ക്. നെക്സ്റ്റ് നമുക്ക് ഉപ്പ്. മറ്റേ അത് മനസ്സിലായില്ല നിനക്ക്? എങ്ങനെയാണ് പാസൻ? കുറച്ച് ഉപ്പ് കൂടിയിട്ടുണ്ട്, അത്രേ ഉള്ളൂ, വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഒരു നാരങ്ങ നീര്. നിറയെ നീരുണ്ട് കേട്ടോ. ഇപ്പൊ കൈയൊക്കെ മുറിഞ്ഞിരിക്കുകയാണെങ്കിൽ സെറ്റ്. ഇനിയാണ് നമ്മുടെ. അപ്പൊ ഇതൊക്കെ കണ്ട് പഠിച്ചോണം കേട്ടോ. ഇവിടെ വിശ്വസിക്കാൻ പറ്റില്ല, ഞാൻ ഇതിന്റെ കൂടെ നിൽക്കണേ. കണ്ടോ ഞാൻ പറഞ്ഞില്ലേ? അടിപൊളി. ഇതിന് തന്നെ കുറച്ച് സ്പൈസി ഉണ്ട്. ചില്ലി ആണോ ഇത്? എന്റെ കണ്ണിൽ അതേ കിട്ടുള്ളൂ, ഇതിനകത്ത് കിറ്റ് കൊടുക്കാവേ. ഒരു പാക്കറ്റ് പൊട്ടിച്ചിട്ടു. ഇത് ഒരെണ്ണം എനിക്ക്, ഒരെണ്ണം കൂടെ നോക്കിയില്ല. ഞാൻ അതുകൊണ്ട് പ്രത്യേകം പറഞ്ഞതാണ് 3 എണ്ണം. എന്തിനാ ഫോർമാലിറ്റീസ്. അപ്പൊ അതെ നമ്മള് തയ്യാറാക്കി വെച്ചിരിക്കുന്നതിലേക്ക് നമ്മുടെ ചിപ്സ് പൊട്ടിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന് അത്യാവശ്യം നല്ല സ്പൈസി ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് പെരട്ടി ഇതങ്ങ് പൊടിയട്ടെ അല്ലേ? ഇതങ്ങ് പൊടിയട്ടെ.
പൊടിക്കണ്ടടാ, ഇതിനകത്ത് വലുതായിട്ട് കിടക്കുന്ന പീസൊന്നും നിനക്ക് കിട്ടരുത്. പൊടിക്കില്ലടാ. സെറ്റ്. സാധനം സെറ്റ് നമ്മൾ വീഡിയോ കണ്ടതുപോലെ തന്നെ ആയിട്ടുണ്ടല്ലേ. ഭയങ്കര സിമ്പിൾ അല്ലേ ഗൈസ്? ചേട്ടാ നമ്മുടെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതൊന്നും ഞാനില്ലടാ ഉണ്ടാക്കി തിന്നാൻ എനിക്ക് താടാ. ഗൈസ് ഇത് എൻ്റെ ഐഡിയ ആണല്ലോ. നമ്മൾ ഇത് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ചിങ്ങനെ എടുക്കുക. അതായത് അതിന്റെ എല്ലാ മസാലയും കൂടെ സവാളയും മുളകും എല്ലാം വരണം അല്ലേ. എല്ലാം കൂടി ഇങ്ങനെ 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 ഗൈസ് ഈ സാധനം ഇങ്ങനെ എടുത്ത് നേരെ ഷാനിന്റെ വായിലേക്ക്. എന്ത് വാനക്കാൻ പറ്റുന്നില്ലേ? എന്താ എന്തുവാ? ഒരു രക്ഷയില്ലടാ, ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. സെറ്റ് സാധനം. ആദ്യം ആ ചിപ്സ് ചുമ്മാ നിന്നപ്പോ ചാപ്പ് നിന്ന പോലെ ഉണ്ടായിരുന്നു. ഗൈസ് ഇനി ഇവിടെ വെച്ചിരുന്ന് എനിക്ക് കിട്ടില്ല. ഞാൻ കഴിച്ചു നോക്കട്ടെ. ഗൈസ് നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ കുറച്ചെടുക്കുക. കുറച്ച് ലിറ്റിൽ ബീറ്റ് തരാൻ പറ്റില്ല. കഴിച്ചിട്ട് നീ പറയാൻ എങ്ങനെയുണ്ടെന്ന്. സാധനം സക്സസ് ആട്ടോ, അടിപൊളി. അന്യായ സാധനം. സവാളയുടെയും മറ്റേ നാരങ്ങ ഫ്ലേവർ കൂടെ ഗൈസ് മസ്റ്റ് ട്രൈ ആട്ടോ. ഇല്ല ഒരു സെക്കൻഡ് ഞാൻ കഴിച്ചോട്ടെ പിന്നെ പ്ലീസ്. ശല്യം ചെയ്യല്ലേ നീ. സത്യം പറഞ്ഞാലേ ഗൈസ് നമ്മുടെ തൊട്ടടുത്തൊരു സ്കൂളുണ്ട്. അതാട്ടോ മൈക്ക് അനൗൺസ്മെന്റ് ഒക്കെ വരുന്നത്. ഇത് സത്യം കണ്ടപ്പോൾ ചിലപ്പോൾ നമ്മൾ ഉണ്ടാക്കി ഞാൻ പാളിപ്പോന്ന് വിചാരിച്ച. പക്ഷേ സെറ്റ് സാധനം കേട്ടോ. ഞാൻ വിചാരിച്ചു എല്ലാം കൂടെ മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ ആ ഒരു ക്രിസ്പിനെസ് ഒക്കെ അങ്ങ് പോകുന്നു. ഇല്ല ഗൈസ്, മുളക് പൊടി ഇച്ചിരി കുറച്ചിട്ട് മതിയായിരുന്നു. ഒന്നും പറയണ്ട. ഇവക്ക് ഞാൻ അടുത്ത കൊടുത്തിട്ട് ഇവിടെ എല്ലാം വാരി തിന്നും. ഒന്നും പറയണ്ട, സൂപ്പർ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയോ, സെറ്റാ ഗൈസ്. അപ്പോൾ വേണ്ട നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാം ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തേക്കണം ഗൈസ്. അപ്പോൾ ബൈ ബൈ പറയാൻ ബൈ 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 ബൈ.